സേമിയ പായസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലേ. എന്നാൽ നമുക്ക് ക്യാരമൽ സേമിയ പായസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താലോ? ഓണമൊക്കെ വരുമല്ലേ. ഒരു വെറൈറ്റി ആയിട്ട് ക്യാരമൽ സേമിയ പായസം തയ്യാറാക്കി നോക്കൂ. അതിന് വേണ്ടി അരക്കപ്പ് പഞ്ചസാര ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് നിരത്തിയിട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. ഇതങ്ങ് ഉരുകി വരും. മുകളിലൊക്കെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി അല്ല ഉരുകി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇതെല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. എന്നിട്ട് മാത്രം ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം ഉരുകി വന്നു കഴിയുമ്പോൾ 50 ഗ്രാം ബട്ടർ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ബട്ടറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ക്യാരമലിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇതിൻ്റെ അകത്തെല്ലാം മെൽറ്റായി വരണം. മെൽറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഫുൾ ഫാറ്റിൻ്റെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ടുള്ള പാലാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പാൽ തണുത്തിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാരമലാക്കി വെച്ച പഞ്ചസാര ഇതുപോലെ കട്ടിയായിട്ട് വരും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പാൽ ചൂടാവുന്നതനുസരിച്ച് ഇതങ്ങ് ഉരുകി വന്നോളും കേട്ടോ. ഞാൻ ആദ്യം 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. പാല് ചൂടാവുന്നതനുസരിച്ച് കട്ടിയായ ക്യാരമലൊക്കെ നല്ലതായിട്ട് ഉരുകി വന്നോളും. ഇവിടെ ഞാൻ 200 ഗ്രാം വെർമസല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ റോസ്റ്റഡ് വെർമസല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെർമസല്ലി റോസ്റ്റഡ് അല്ല മേടിക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നെയ്യിലൊന്ന് ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ വെർമസല്ലി ഫ്രൈ ചെയ്തതിന് മുമ്പ് നെയ്ക്കകത്ത് നിങ്ങൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ നെയ്യിലോട്ട് വെർമസല്ലിയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇവിടെ ക്യാരമൽ കട്ടിയായതൊക്കെ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. പാല് നല്ല രീതിയിൽ തിളച്ചും വന്നിട്ടുണ്ട്. ഇതിലോട്ട് റോസ്റ്റ് ചെയ്തിരിക്കുന്ന വെർമസല്ലി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സേമിയ പകുതി വരെ ഒന്ന് വെന്ത് വരണം. തീ മീഡിയത്തിലിട്ട് അതിനെ വേവിച്ചെടുക്കുക. ഇവിടെ സേമിയ പകുതി വരെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചൗരി വേവിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചൗരി കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചെടുത്തതാണ്. അങ്ങനെ അടുത്ത ചൗരി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് ബാക്കിയുള്ളത് സേമിയക്കകത്ത് കിടന്ന് വേവട്ടെ കേട്ടോ. സേമിയ പായസത്തിൽ സാധാരണ നമ്മൾ ചൗരി ഇട്ട് കൊടുക്കാറില്ല. എനിക്ക് ചൗരി ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുത്തുമണി പോലെ അതിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി ഇതപ്പോൾ കുറുകി വരും. അപ്പോൾ ചൗരി ഇഷ്ടമല്ലാത്തവർ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. സേമിയയുടെ 90% വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാല് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് പാലും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ സേമിയ പായസമൊക്കെ എത്ര ലൂസ് വേണം അതനുസരിച്ച് നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. ഓൾറെഡി ഇത് 90% വെന്തയാണ്. പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്താൽ ചൂടിൽ നിന്ന് ബാക്കി വെന്തോളും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 300 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സേമിയയിൽ നിന്ന് ഞാൻ കുറച്ച് പാലായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിലങ്ങ് മിക്സ് ചെയ്യുക. ഡയറക്റ്റ് ഏലക്ക പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടി കിടക്കും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു തവിയിലോട്ട് ഇങ്ങനെ ഏലക്കപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഈ സേമിയ പായസത്തിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ട കെട്ടി കിടക്കുകയില്ല. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കിയങ്ങ് മിക്സ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് മാറ്റി വെക്കണമെന്ന്. അങ്ങനെ വറുത്ത് എടുത്തതാണ്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് ഇതങ്ങ് അടച്ച് വെച്ചേക്കണം കേട്ടോ. 90% സേമിയ വേവിച്ചുള്ളല്ലോ. നമ്മൾ ഈ 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ സേമിയ നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് കുറുകി വരുവേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാല് തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്യാരമൽ സേമിയ പായസമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.